നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മകയിരം നക്ഷത്രക്കാർക്ക് നല്ലതാണോ? ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. പുതിയ മാസത്തിൽ എന്താണ് അവസ്ഥ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് ഇടവക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് മിഥുനക്കൂറിലുമാണ്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ വ്യാഴവും 11ൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. ചാരവശാൽ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാലും 4ാം ഭാവത്തിൽ കേതുവും 10ാം ഭാവത്തിൽ രാഹു ഉള്ളത് കാരണം കൊണ്ട് തൊഴിലിൽ ഇടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ വരും. അതേപോലെ തന്നെ ലഗ്നാൽ 4ൽ നിൽക്കുന്ന കേതു വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതേപോലെ 17ാം തീയതി വരെ അത്ര അനുകൂലമായ ഗുണം പറഞ്ഞുകൂടാ. കാരണം വെച്ചെന്നാൽ 1ാം തീയതിയാണ് ചൊവ്വ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത്. അതുവരെ അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അതുപോലെ തന്നെ ബുധൻ 17ാം തീയതിയാണ് മകര രാശിയിലേക്ക് മാറുന്നത്. അപ്പോൾ അതുവരെ അഷ്ടമത്തിലാണ്. പക്ഷേ വിശ്രുത ഗുണം എന്ന് പറയുന്നൊരു യോഗമുണ്ട്, കീർത്തി കേൾക്കാനുള്ളൊരു യോഗം 17ാം തീയതി വരെ ഉണ്ട്. എങ്കിൽ പോലും ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ പൂർവ്വപുണ്യ സ്ഥാനാധിപത്യം വഹിച്ചു നിൽക്കുന്നത് കാരണം കൊണ്ട് മകരൻ രാശിയിലേക്ക് ബുധനും ചൊവ്വയും വരുമ്പോൾ നല്ല രീതിയിലുള്ള ഭാഗ്യവർദ്ധനവിന് യോഗമാണ്. അവിടെ തന്നെ സൂര്യനും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സൂര്യനും ലഗ്നാധിപതിയും കൂടി അവിടെ വരുമ്പോൾ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ്. കർമാധിപതി ലാഭസ്ഥാനത്താണ്. അപ്പോൾ തൊഴിലിൽ ഭാഗ്യവും ലാഭവും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാനായിട്ട് യോഗവും ഉള്ള സമയമാണ്. അതേപോലെ തന്നെ ലഗ്നാൽ 10ൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ 10ൽ രാഹു ഇടയ്ക്ക് കർമ്മതടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അമൃതവർഷകണ്ഠകാരകനാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട്, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മാസം തുടങ്ങുന്നതോടുകൂടി ചെയ്തെന്നാൽ 17ാം തീയതി വരെ വലിയ ദോഷമില്ലാതെ കാര്യങ്ങൾ പോകും. 17ാം തീയതിക്ക് ശേഷം ഗ്രഹങ്ങളൊക്കെ ഇഷ്ടസ്ഥാനത്തേക്ക് വരും. അതിനുശേഷം വളരെ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നെ കാലിൻ്റെ അര മുതൽ മുട്ട് വരെയുള്ള സ്ഥലത്ത് കാലിൽ വേദന പോലെയുള്ള വിഷമങ്ങളുണ്ടാകുക, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ കഴുത്ത്, ഹൃദയസ്ഥാനം, കൈകൾക്ക് വേദന, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ദൈവാധീനമുള്ള കാരണം അതൊന്നും വലിയ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി പറയാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ടുള്ള യോഗം പറയാം. അതിനോടൊപ്പം തന്നെ വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ വീട് വിട്ട് നിന്നിട്ട് തൊഴിൽ നേടാനായിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. ഈ വർഷത്തിൽ പൊതുവേ മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ഉള്ളവർക്ക് വളരെ അനുകൂലമാണ് എന്ന് ചുരുക്കം. പക്ഷേ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്ന യോഗമാണ്. അതായത് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനം കുറച്ച് കുറവാണ്. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രം നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയും ചെയ്യണം. കണ്ടകശനി ദോഷമുള്ളത് കാരണം ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്യുക, യഥാശക്തി വഴിപാട് ചെയ്യുക, നല്ല പ്രാർത്ഥന ഉണ്ടാകണം, നാഗപൂജ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ തടസ്സങ്ങളും ദോഷങ്ങളും ഇല്ലാതെ കണ്ട് മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമാണ് ഈ മാസത്തെ ഗ്രഹസ്ഥിതി പ്രകാരം കാണുന്നത്. അത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക, വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.